ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. മലത്തിലൂടെ രക്തം പോകുമ്പം പലരും ചിന്തിക്കുന്നത് അത് പൈൽസിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഹെമറോയിഡ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് പോകുന്നതെന്ന്. പക്ഷേ ഈ ബ്ലഡി സ്റ്റൂൾസ് അല്ലെങ്കിൽ മലത്തിലൂടെ രക്തം പോകുന്നതിന് ഒത്തിരി അധികം കാരണങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. മലത്തിലൂടെ രക്തം പോകുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ആളുകൾ ചിന്തിക്കുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ്, എനിക്ക് പൈൽസിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഹെമറോയിഡ്സിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബ്ലഡി സ്റ്റൂൾസ് അല്ലെങ്കിൽ മലത്തോടൊപ്പം രക്തം കണ്ടുവരുന്നത്. പൈൽസ് ഒരു കാരണമാണ്. പൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആനസ് അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ വികസിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ പ്രഷർ കാരണം ആ ഒരു ബ്ലഡ് വെസൽസ് വീർത്ത് വരുന്നു അല്ലെങ്കിൽ വലുതായി വരുന്നു. അതായത് ഒരു വെരിക്കോസ് എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് പോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് അതിലൂടെ, അതായത് മലം പാസ് ചെയ്ത് പോകുമ്പം രക്തം കണ്ടെന്ന് വരുന്നത്. പൈൽസ് എന്ന് പറയുമ്പം ഇൻറ്റേർണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, മലദ്വാരത്തിൻ്റെ അകത്ത് കാണപ്പെടുന്നതാണ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പം മലദ്വാരത്തിൻ്റെ പുറത്തായിട്ട് ഒരു മാസ് അല്ലെങ്കിൽ ഒരു പെഡങ്കുലേറ്റഡ് മാസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പോലെ തൂങ്ങിക്കിടക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോമിനൻറ്റ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലഡി സ്റ്റൂൾസ്, അതായത് മലത്തോടൊപ്പം രക്തം കണ്ടെന്ന് വരാം. ചില ആളുകൾക്ക് മലം പാസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ബേണിങ് അല്ലെങ്കിൽ ഒരു പുകച്ചിൽ അനുഭവപ്പെട്ടെന്ന് വരാം. അടിവയറ്റുന്ന ഒരു വേദന ഫീൽ ചെയ്യുക, മലം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അതായത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, മലം കട്ടിയായി പോകുന്ന ഒരു അവസ്ഥ വരുന്നു. ഇത്തരം ഓൾ ടുഗദറായിട്ടുള്ള ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈൽസിൻ്റെ ഇഷ്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു കാരണം, അതായത് മലത്തോടൊപ്പം രക്തം വരുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫിഷർ, അതായത് ആനസ് റീജിയൻ്റെ അകത്ത് ഫിഷർ രൂപപ്പെടുന്നത്. ഫിഷർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു ടിയർ രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. അതായത് മലദ്വാരത്തിൻ്റെ ആ ഒരു മസിൽസ് എന്ന് പറയുമ്പം ഭയങ്കര ടൈറ്റൻഡ് ആണ്, അതായത് ഭയങ്കര കൺട്രാക്റ്റഡ് സ്റ്റേജിലാണ് ആ മസിൽസ് ഉള്ളത്, അല്ലെങ്കിൽ ആ പേശികൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള മസിൽസാണ്. അപ്പം മലം നന്ന കട്ടിയായിട്ട് പോവുക, ഭയങ്കര ഹാർഡായിട്ട് മലം പോകുമ്പം നമ്മൾ കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അതിലൂടെ ഉള്ള ആ ഒരു നേർത്ത പാളികൾക്ക് വിള്ളൽ വരുന്നു, അതായത് ടിയർ അനുഭവപ്പെടുന്നു, മുറിവുകൾ രൂപപ്പെടുന്നു. അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടായിട്ട് നമുക്ക് മലം പാസ് ചെയ്ത് പോകുമ്പോൾ എന്താണ്, രക്തം കണ്ടെന്ന് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, എസ്പെഷ്യലി വേം ഇൻഫെക്ഷൻസ്, അതായത് വിരശല്യം തന്നെ നമുക്ക് പറയാം. കുറേ കുട്ടികൾ പറയാറുണ്ട്, അത് കുട്ടികളുടെ അമ്മമാർ പറയാറുണ്ട്, അടിവയറ്റുന്നൊരു വേദന ഫീൽ ചെയ്യുക, കുട്ടി ഒട്ടും ഫുഡ് കഴിക്കുന്നില്ല, വിശപ്പ് കുറഞ്ഞു പോയൊരവസ്ഥ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുന്നു, ഓക്കാനം, ഛർദി, ഇത്തരം പ്രശ്നങ്ങൾ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇത്തരം വേം ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും കുട്ടികൾക്ക് ഇത്തരം ബ്ലഡി സ്റ്റൂൾസ് അല്ലെങ്കിൽ മലത്തോടൊപ്പം രക്തം കണ്ടെന്ന് വരാം. ഈ വേം ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം ഒത്തിരി അധികം മൈക്രോ ഓർഗാനിസം അത് കോസ് ചെയ്യുന്നുണ്ട്. അതായത് ആൻഗൈലോസ്റ്റോമ ഡിയോഡിനേൽ, അമീബിക് ഡിസെൻട്രി പോലത്തെ, അമീബിയാസിസ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഇത്തരം വിരശല്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ബ്ലഡി സ്റ്റൂൾസും അനുഭവപ്പെട്ടെന്ന് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഡൈവേർട്ടിക്കുലൈറ്റിസ്. ഐറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡൈവേർട്ടിക്കുലം എന്ന് പറയുമ്പം നമ്മളെ ചെറുകുടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ചെറുകുടലിൻ്റെ അകത്ത് ചെറിയ എക്സ്ട്രാ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു നീർക്കെട്ടിനെയാണ് നമ്മൾ ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. പലരും പറയും വയറിനൊരു അടിവയറ്റുന്ന ഒരു പിടുത്തം പോലെ, ഒരു വലിച്ചില് പോലെ, കൊളുത്തി വലിക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നു, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നു, കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പുളിച്ച് തികട്ടി വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതായത് ചെറുകുടലിന് നീർക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന കണ്ടീഷനാണെന്ന് മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, അതായത് ബ്ലഡി സ്റ്റൂൾസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, കോളൻ എന്ന് പറയുമ്പം അത് നമ്മളെ കുടലിനെയാണ് സൂചിപ്പിക്കുന്നത്. അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറയുമ്പം കുടലിലുണ്ടാവുന്ന ഒരു തരം നീർക്കെട്ടിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു പ്രോമിനൻറ്റ് സിംറ്റംസ് എന്ന് പറയുമ്പം ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ അവർക്ക് ഒരു ഓക്കാനം, അതായത് വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരിക,
അതോടൊപ്പം തന്നെ വയറിനൊരു എരിച്ചിൽ ഫീൽ ചെയ്യുക, അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സിംറ്റംസ്. കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജ് പോയിട്ടുണ്ടെങ്കിൽ അത് മലത്തോടൊപ്പം തന്നെ രക്തം കണ്ടെന്ന് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പെപ്റ്റിക് അൾസർ തന്നെയാണ്. അൾസർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു വയറിൻ്റെ അകത്ത് കാണപ്പെടുന്ന ചെറിയ മുറിവിനെയാണ് നമ്മൾ അൾസർ എന്ന് സൂചിപ്പിക്കുന്നത്. പെപ്റ്റിക് അൾസർ തന്നെ ഗ്യാസ്ട്രിക് അൾസറുണ്ട്, ഡിയോഡിനൽ അൾസറുണ്ട്. ഗ്യാസ്ട്രിക് അൾസർ എന്താണ്, നമ്മുടെ വയറിൻ്റെ ആ ഒരു മേൽഭാഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് വയറിൻ്റെ ആ ഒരു ഭാഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. വയറിൻ്റെ അകത്ത് ചെറിയ പാളികളുണ്ട്, അതായത് മ്യൂക്കസ് മെംബ്രെയിൻസ് എന്ന് പറയുന്നു. ഈ മ്യൂക്കസ് മെംബ്രെയിൻസിന് എന്തെങ്കിലും ഒരു ടിയർ അല്ലെങ്കിൽ ഒരു അൾസർ രൂപപ്പെട്ടാൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈൻസ് ആയിട്ട് നമുക്ക് ബ്ലഡി സ്റ്റൂൾസ് അനുഭവപ്പെടാം. ഡിയോഡിനൽ അൾസർ എന്ന് പറയുമ്പോൾ എന്താ, ഡിയോഡിനം അത് നമ്മൾ കുടലിനെയാണ് സൂചിപ്പിക്കുന്നത്. കുടലിന് ഒത്തിരി ഭാഗങ്ങളുണ്ട്, ഡിയോഡിനം, ജെജനം, ഇലിയം. അപ്പോൾ ഡിയോഡിനം എന്താണ്, കുടലിനെ, അതായത് കുടലിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്തരം സിംറ്റംസ് അല്ലെങ്കിൽ അത്തരം കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോമിനൻറ്റ് സിംറ്റംസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സൈൻസ് ആയിട്ട് നമുക്ക് ബ്ലഡി സ്റ്റൂൾസ് അല്ലെങ്കിൽ മലത്തോടൊപ്പം രക്തം കണ്ടെന്ന് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റിറോയിഡ്സ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അത്തരം മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 to 3 years നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് പല അസുഖത്തിനും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ആ ഒരു മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും ഇത്തരം സിംറ്റംസ് കാണിച്ചെന്ന് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഡൈവേർട്ടിക്കുലൈറ്റിസും അതേപോലെ തന്നെ പൈൽസിൻ്റെ പ്രശ്നങ്ങളും ഈ പെപ്റ്റിക് അൾസറും അൾസറേറ്റീവ് കോളൈറ്റിസും ഇത്തരം പ്രശ്നങ്ങളൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കംപ്ലയിൻസ് തുടങ്ങുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്താണ്, നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് തന്നെ. നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നു, ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഹെവി ഫുഡ് ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നു, ഒരു ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കുന്നില്ല. അത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇത്തരം സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈസോഫേജിയൽ വേരിസസ്. ഈസോഫേഗസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ അന്നനാളം, നമ്മളെ വയറ് തൊട്ട് നമ്മളെ ഈ ഒരു സ്റ്റൊമക്കിൻ്റെ എൻ പോർഷൻ വരെയാണ് നമ്മൾ ഈസോഫേഗസ് അല്ലെങ്കിൽ ആ ഒരു അന്നനാളം എന്നതിനെ സൂചിപ്പിക്കുന്നത്. ഈസോഫേഗിയൽ വേരിസസ് എന്ന് പറയുമ്പം അന്നനാളത്തിൻ്റെ എൻഡ് പോർഷൻ ആയിട്ടുള്ള ഭാഗത്ത് എന്തെങ്കിലും നീർക്കെട്ട് വരുമ്പോഴാണ് അതിന് ഈസോഫേഗിയൽ വേരിസസ് എന്ന് പറയുന്നത് മെഡിക്കലി. അപ്പോൾ അതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് അബ്ഡോമിനൽ പെയിൻ, വയറുവേദന അനുഭവപ്പെടാം. അതോടൊപ്പം തന്നെ ഒരു ബേണിംഗ് സെൻസേഷൻ, പുകച്ചിൽ അനുഭവപ്പെടാം. ഓക്കാനം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പെട്ടെന്ന് ഫുഡ് കഴിച്ചാൽ തന്നെ വയറിന്നൊരു കടച്ചിൽ, ഒരു കൊളുത്തി വലിക്കുന്ന ഒരു ഫീലിംഗ് അനുഭവപ്പെടുന്നു. മലത്തോടൊപ്പം തന്നെ നല്ല തിക്ക് റെഡ് കളറിലുള്ള ബ്ലഡ് പാസ് ചെയ്തു പോകുന്നു. അതൊക്കെയാണ് ഈ ഒരു ഈസോഫേഗിയൽ വേരിസസിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ക്യാൻസർ, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസറിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോമിനൻറ്റ് സിംറ്റംസ് ആയിട്ടും ഇത്തരം ബ്ലഡി സ്റ്റൂൾസ് തുടങ്ങുന്നതാണ്. ഈ മലത്തോടൊപ്പം ഇത്തരം ബ്ലഡ് കാണുമ്പം നമ്മൾ കൂടുതലായിട്ടും വെറീഡ് ആവും, കൂടുതലായിട്ടും ടെൻസ്ഡ് ആവും. അപ്പം നമ്മളൊരു വയറിൻ്റെ സ്കാനിങ് എടുക്കുന്നു, കൊളനോസ്കോപ്പി ചെയ്യുന്നു, എൻഡോസ്കോപ്പി ചെയ്യുന്നു, പല ടെസ്റ്റുകളും ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഭക്ഷണ രീതികൾ തന്നെയാണ്. ഈ ഒരു ക്യാൻസർ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ ഒക്കെ വരാനുള്ള കാരണം എന്താണ്, നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. അതിൻ്റെ ഒരു ഇനീഷ്യൽ സൈൻ അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ സിംറ്റംസ് എന്ന് പറയുമ്പം നമ്മളൊരു ജസ്റ്റ് ഒരു എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ കൊളനോസ്കോപ്പിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻറ്റസ്റ്റൈൻസ് അല്ലെങ്കിൽ കുടലിൻ്റെ ആ ഒരു സർഫസിൻ്റെ അകത്ത് ചെറിയൊരു പോളിപ്പ് രൂപപ്പെടും. അതായത് ഒരു പെഡങ്കുലേറ്റഡ് മാസ് എന്ന് പറയുന്നു, ചെറിയൊരു എക്സ്ട്രാ ഗ്രോത്ത് അതിൽ നിന്നും രൂപപ്പെടും. അതിങ്ങനെ കാലങ്ങളായിട്ട് നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പം അത് കുറച്ചുകൂടി സിവിയർ ആയിട്ട് അതൊരു ക്യാൻസർ സ്റ്റേജിലോട്ട് പോകുന്നു. പെഡങ്കുലേറ്റഡ് മാസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കോശങ്ങൾ വിഭജിച്ചുകൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ കോശങ്ങളുടെ ഒരു എക്സ്ട്രാ സെൽ ഡിവിഷൻസ് കൊണ്ടാണ് ഇത്തരം സിംറ്റംസ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു മാസ് രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ഇത്തരം ലാർജ് ഇൻറ്റസ്റ്റൈൻ ക്യാൻസർ രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫുഡ് സ്റ്റൈൽ തന്നെയാണ്. ഫുഡ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ കൂടുതലായിട്ടും നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽസ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, കൃത്യ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒട്ടും ഹൈഡ്രേഷൻ നിലനിർത്താത്തൊരവസ്ഥ, അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർ വർക്കൗട്ട് ചെയ്യുന്നില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം സിംറ്റംസ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങൾ നമ്മളെ ഡേ ബൈ ഡേ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഫുഡ് ഹാബിറ്റ്സും അതേപോലെ തന്നെ നമ്മൾ സ്ലീപ്പ് പാറ്റേൺസും നമ്മളെ എക്സസൈസാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ്
ഫോക്കസ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിലേക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.